ഡിസംബർ 11 വിശുദ്ധ ഡമാസസ് പാപ്പായുടെ തിരുനാളിൽ ആഗോളസഭ. ഡമാസസ് പാപ്പ റോമാക്കാരനാണെന്നും സ്പെയിൻകാരനാണെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ആദ്യം വിവാഹിതനായിരുന്നു. ഭാര്യയുടെ മരണശേഷം വൈദിക വഴി സ്വീകരിക്കുകയും വിശുദ്ധ ലോറൻസിന്റെ ദേവാലയത്തിൽ വികാരിയാകുകയും ചെയ്തു. ഡമാസസ് ആ ദേവാലയത്തിൽ ഒരു ഡീക്കനായി ജീവിതം ആരംഭിച്ചു. പിന്നീട് പുരോഹിതനായി അദ്ദേഹം ലിബേരിയസ് മാർപ്പാപ്പയെ സേവിക്കുകയും ഒപ്പം വിപ്രവാസം അനുഭവിക്കുകയും ചെയ്തു. ലിബേരിയസ് പാപ്പ ദിവംഗതനായ ശേഷം ഡമാസസിനെ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. അതേസമയം ഒരു ന്യൂനപക്ഷം ഉർബീസ് എന്നൊരു ഡീക്കനെ പാപ്പയായി നിർദ്ദേശിച്ചു. ഡമാസസും എതിർപ്പാപ്പായും തമ്മിലുള്ള തർക്കങ്ങൾ രണ്ട് ബസിലിക്കകൾ തമ്മിൽ തർക്കത്തിനിടവരുത്തി. മെത്രാന്മാർക്ക് വലിയ ഇടർച്ചയായി. വൈദിക മേലധ്യക്ഷന്മാരെ അപേക്ഷിച്ച് എത്രയും ലളിതമായ ജീവിതമായിരുന്നു ഡമാസസിന്റേത്. ആര്യനിസത്തെയും അപ്പോളനാരിസത്തെയും മറ്റു പാഷണ്ഡതകളെയും അദ്ദേഹം എതിർത്തിരുന്നു. ഡമാസസിന്റെ ഭരണകാലത്താണ് ക്രിസ്തുമതം റോമാ സാമ്രാജ്യത്തിലെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചത്. പ്രധാന ആരാധന ഭാഷ ലത്തീനായിരിക്കണമെന്നും നിശ്ചയിച്ചു. വിശുദ്ധ ജെറോമിന് ബൈബിൾ പഠനത്തിൽ നൽകിയ പ്രോത്സാഹനം വുൾഗാത്തായുടെ പ്രസിദ്ധീകരണത്തിന് മാർഗം തെളിച്ചു. അതാണ് ട്രെന്റ് സൂനകദോസ് പരസ്യോപയോഗത്തിന് അംഗീകരിച്ച വിവർത്തനം. ആന്റിപ്പോപ്പ് ഉർബനീസ് 12 കൊല്ലം സഭാഭരണത്തെ ദ്രോഹിച്ചെങ്കിലും ഡമാസസ് പാപ്പയുടെ കാലത്ത് റോമാസഭയുടെ ഖ്യാതി അത്യന്തം വർദ്ധിച്ചു. റോമാസഭയുടെ പരമാധികാരം ഏതെങ്കിലും സൂനകദോസിന്റെ നിശ്ചയത്തെയല്ല, ക്രിസ്തുവിന്റെ വചനങ്ങളെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത് എന്ന് പാപ്പ വ്യക്തമാക്കുകയുണ്ടായി. പല രക്തസാക്ഷികളുടെയും ശവകുടീരം അദ്ദേഹം അലങ്കരിച്ചു. 18 വർഷവും 2 മാസവും പേപ്പൽ സിംഹാസനത്തെ അദ്ദേഹം അലങ്കരിച്ചു. AD 384 ഡിസംബർ 10 പാപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. വിശുദ്ധ ഡമാസസ് പാപ്പ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.